ഇന്നാണ് ഞങ്ങളുടെ ജിമ്മിലെ ഓണ സെലിബ്രേഷൻ. ഞങ്ങളാണ് കൂട്ടത്തിൽ ഏറ്റവും ലേറ്റ് ആയിട്ട് പരിപാടിക്ക് എത്തിയത്. ചെന്നപ്പോഴും നമ്മുടെ ചേച്ചിമാരൊക്കെ ഒരുങ്ങി സെറ്റായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അകത്തോട്ട് കയറിയപ്പോൾ എന്തൊക്കെയോ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തെ കസേരകളി തുടങ്ങാൻ പോവുകയായിരുന്നു. ജിമ്മിലെ പരിപാടി ആയതുകൊണ്ട് സാധാരണ രീതിയിലല്ല, ഡക്ക് വോക്ക് രീതിയിൽ വേണമായിരുന്നു കസേരയ്ക്ക് ചുറ്റും നടക്കാൻ. അത് നമ്മുടെ ആശാന്മാരെല്ലാം കൂടി ഡെമോ കാണിക്കുന്നതാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അപ്പോഴാണ് എവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലെ അഷ്കർ വന്ന് കൂട്ടത്തിൽ നിന്നവന്മാരെല്ലാം പിടിച്ച് കസേരകൾ കയറുന്നത്. ഏതായാലും ഞങ്ങളുടെ ജിമ്മിൽ നിന്ന് കുറെ അധികം പേർ കസേരകളിൽ ചേർന്നു. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കാണുന്ന പോലെ അത്ര നിസ്സാരമല്ലോട്ടോ കസേരയ്ക്ക് ചുറ്റും ഇതുപോലെ നടക്കുന്നത്. അങ്ങനെ കസേരകളിൽ ഞങ്ങളുടെ ജിമ്മിൽ നിന്ന് ആരും ഫൈനലിൽ എത്തിയില്ലെങ്കിലും അതിവിദഗ്ധമായി ഈ ചേച്ചി ഫൈനലിൽ കപ്പടിച്ചു. അങ്ങനെ കസേരകൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നടന്നിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും സദ്യ തുടങ്ങിയിരുന്നു. എങ്കിൽ പിന്നെ അകത്ത് പോയിരിക്കാമെന്ന് വെച്ചപ്പോൾ പാട്ടിട്ട് കുറെ പേര് തുള്ളുന്ന കണ്ട് കൂട്ടത്തിൽ കൂടിയതാണ്. പിന്നെ വന്നവനും നിന്നവനും പോയവനും എല്ലാവരും കൂടെ കൂട്ടത്തുള്ളായിരുന്നു. ഏതായാലും സംഭവം കളറായി. പിന്നെ ഈ പന്തി കൂടി ഇരുന്നില്ലെങ്കിൽ പായസം കിട്ടൂലെന്ന് ആരോ പറഞ്ഞതുകൊണ്ട് എല്ലാവരും കൂടി ചാടി ഇറങ്ങി കൈയും കഴുകി സദ്യ കഴിക്കാനിരുന്നു. അങ്ങനെ ഇല വെച്ചു, തൊടുകറികൾ ഓരോന്നും വന്നു, പപ്പടം വെച്ചു, ചോറും വിളമ്പി. പിന്നെ ആശാനും വന്ന് ഒരു ഇൻസ്പെക്ഷൻ നടത്തി. കൂട്ടത്തിൽ ഒരു ഫുഡ് റിവ്യൂ കൂടി എടുത്തിട്ടാണ് ആശാൻ പോയത്. പറഞ്ഞ വാക്ക് വലിച്ചുകൊണ്ട് പോയിട്ട് വന്നപ്പോൾ പായസവുമായിട്ടാണ് നമ്മുടെ അഷ്കർ എത്തിയത്. സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി നേരെ പിള്ളേരുടെ പാർക്കിലേക്ക് പോയി. അങ്ങോട്ട് ചെന്നപ്പോൾ ദേവരത്തൻ പിള്ളേരുടെ താറാവിന്റെ മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു. രൂപം കൊണ്ട് വലിയവരാണെങ്കിലും മനസ്സുകൊണ്ട് നമ്മളെപ്പോഴും ചെറുപ്പമാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ആശാൻ വന്ന് എല്ലാവരെയും തൂക്കി. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കലന്തല മത്സരത്തിനുള്ള സമയമായി. ഒരുപാട് പേർ വന്ന് ചെയ്തിട്ട് നടക്കാത്ത കാര്യം നമ്മുടെ ഇറക്കൻ ഒറ്റയടിക്ക് വന്ന് തീർത്തു കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്തത് വടംവലിയായിരുന്നു. എല്ലാ വലിയിലും തുടർച്ചയായിട്ട് വിജയം കൈവരിച്ച് വടംവലിയിലും നമ്മുടെ ടീം കപ്പ് തൂക്കി. കൂട്ടത്തിൽ ഒരു വില പഴവും. പിന്നെ സമയം ഒട്ടും കളയാതെ അടുത്ത പരിപാടി തുടങ്ങാറായി. DJ വിത്ത് ചെണ്ടമേളം. ഹാളിലോട്ട് ചെന്ന് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. വന്നവനും നിന്നവനും ആശാന്മാരും മടിച്ചു നിന്ന് എല്ലാവരും കൂടി ആടി തിമിർത്ത് പരിപാടി കളറാക്കി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ഓണപരിപാടി കൂടുന്നത്. എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്രയും എൻജോയ് ചെയ്തു. ഒരു പരിപാടി മിസ് ചെയ്താൽ എന്താ, കിട്ടിയത് ഏതായാലും കളറാക്കിയല്ലോ. അപ്പോൾ